നിയന്ത്രിക്കാനാവുന്ന മോട്ടറൈസ്ഡ് ക്യാമറയുമായി പുറത്തിറങ്ങിയ ലോകത്തെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് അസ്യൂസിൻ്റെ Asus 6C എന്ന മോഡൽ. ഫോണിൻ്റെ പ്രധാന ക്യാമറ തന്നെ സെൽഫി ക്യാമറയായും ഉപയോഗിക്കാമെന്നതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. $159.10 മില്ലിമീറ്റർ ഉയരവും 75.4 മില്ലിമീറ്റർ വീതിയും 8.4 മില്ലിമീറ്റർ തിക്നെസ്സുമുള്ള ഈ ഒരു ഫോണിന് 190 ഗ്രാം മാത്രമാണ് ഭാരം. ആദ്യം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ പൂർണ്ണമായിട്ടൊന്ന് പരിശോധിക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് പൂർണ്ണമായിട്ടും ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ടൊരു സ്മാർട്ട് ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്യാൻ അങ്ങനെ നിരവധി ഏതെങ്കിലും 3 ഫംഗ്ഷനുകൾ നമുക്ക് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോളിയം റോക്കേഴ്സാണ് കാണുന്നത്. അതിനും താഴെ പവർ ബട്ടൺ കാണാം. ഈ പവർ ബട്ടണിന് ചുറ്റും ഒരു നീല ചെറിയ ലൈനിങ് കൊടുത്തിട്ടുമുണ്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടത് സൈഡിലായി 3.5mm ഓഡിയോ ജാക്ക്, മധ്യഭാഗത്തായി USB Type-C പോർട്ടും അതിൻ്റെ തൊട്ടടുത്തായി മൈക്രോഫോണും പിന്നീട് സ്പീക്കർ ഗ്രില്ലുകളും കാണാം. ഫോണിൻ്റെ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിം ട്രേ കാണാനാകുന്നുണ്ട്. 2 സിം കാർഡുകളും 4G സപ്പോർട്ടുള്ള നാനോ സിം കാർഡുകളാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതുപോലെ സിം ഇടാനുള്ള ട്രേ ഒരു ഡെഡിക്കേറ്റഡ് സിം ട്രേ ആണ്. അതായത് 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരേ സമയം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാനാകും. ഫോണിൻ്റെ ഏറ്റവും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് ഉയർന്നു വരുന്ന ഫ്ലിപ്പ് ക്യാമറയുടെ ഒരു പോർഷൻ കാണാം. അതിൻ്റെ വലത് സൈഡിലായി നമുക്ക് നോയിസ് ക്യാൻസലേഷൻ മൈക്കും കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ വശങ്ങളിലായിട്ട് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇത്തരത്തിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഫ്ലിപ്പ് ക്യാമറയെ നൽകിയിരിക്കുന്നു. അതിൻ്റെ താഴെയായി ഫിംഗർ പ്രിൻ്റ് സംവിധാനം ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നു. അതിൻ്റെ താഴെയായി അസ്യൂസിൻ്റെ ബ്രാൻഡിങ്ങും എല്ലാം എഴുതിയിട്ടുമുണ്ട്. ഈ ഒരു ഫോണിൽ 2 TB വരെയുള്ള മെമ്മറി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഫോണിന് സ്റ്റീരിയോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പരിശോധിക്കാം. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. 1080x2340 ആണ് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ റെസല്യൂഷൻ. പിക്സൽ ഡെൻസിറ്റി 403 ppi ഉണ്ട്. മുൻ ക്യാമറയും പിൻ ക്യാമറയും ഒരുമിച്ച് ഒരൊറ്റ മൊഡ്യൂളിൽ നൽകിയിരിക്കുന്നതിനാൽ ഫോണിന് ഒരു ഫുൾ സ്ക്രീൻ അനുഭവം ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേ ഗൊറില്ല 6ൻ്റെ പ്രൊട്ടക്ഷൻ നൽകുന്നു. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊക്കെ ഫോണിൻ്റെ സ്ക്രീനിൽ വരുന്നത് ഒഴിവാക്കാനാകും. ഡിസ്പ്ലേയിൽ കാണുന്ന കണ്ടൻറ്റ് വളരെ സ്മൂത്താണ്, മികച്ച നല്ല ഷാർപ്പറാണ്. കളർ റീപ്രൊഡക്ഷനൊക്കെ വളരെ മികച്ചത് തന്നെയാണ്. അതുപോലെ വ്യൂയിങ് ആംഗിൾസ് എല്ലാം വളരെ നല്ലത് തന്നെയാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിയിലും തകരാറുകളൊന്നും തന്നെയില്ല. അടുത്തതായി നമുക്ക് ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രൈമറി ക്യാമറയായി 1.79 അപ്പർച്ചറുള്ള 48 മെഗാ പിക്സലിൻ്റെ സോണി IMX586 സെൻസർ നൽകിയിരിക്കുന്നു. ഈ ഒരു ക്യാമറയാണ്, അതായത് ഈ ഒരു 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പറയുന്ന മികച്ച ഫോണുകളിലും നൽകിയിരിക്കുന്നത്. അതുപോലെ വൈഡ് ആംഗിൾ ക്യാമറയായിട്ടൊരു സെക്കൻഡറി ക്യാമറ 13 മെഗാ പിക്സലിൻ്റെ നൽകിയിട്ടുണ്ട്. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 125 ഡിഗ്രി വരെ വൈഡായിട്ട് നമുക്ക് വീഡിയോകളും ഫോട്ടോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതൊരു വളരെ വൈഡായിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ് സെക്കൻഡറി ക്യാമറ. അതുപോലെ ഈ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ 4K വീഡിയോകൾ വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 480 ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള സ്ലോ മോഷൻ വീഡിയോകളും ഷൂട്ട് ചെയ്യാം. ഈ ഫോണിൻ്റെ ക്യാമറയുടെ ഏറ്റവും മികച്ച ഒരു സവിശേഷതയാണ് ഇതിൻ്റെ മോഷൻ ട്രാക്കിംഗ്. ക്യാമറ മൊഡിയിൽ ഓട്ടോമാറ്റിക്കായി റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഒരാളുടെ ഫേസൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മൂവ് ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് ഈ ക്യാമറയുടെ മൊഡ്യൂൾ ഭാഗം ഓട്ടോമാറ്റിക്കായി മൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ആ ഒരു മോഷൻ അനുസരിച്ച് ക്യാമറ ട്രാക്ക് ചെയ്യുന്നു എന്ന് പറയാം. അതുപോലെ ക്യാമറയ്ക്ക് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഈ ഫോണിൻ്റെ ക്യാമറ ഭാഗം മുകളിലേക്ക് ഉയർന്നിരിക്കുന്ന സമയത്ത് താഴെ വീണാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്യാമറ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും.
ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ ലേസർ ആർട്ട് ഓഫ് ഫോക്കസ് സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ വീഡിയോയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് നൽകിയിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടില്ല. വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റിങ്ങിനായിട്ട് ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റ് ഫോണിനോടൊപ്പം നൽകിയിട്ടുണ്ട്. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ പോലും കൃത്യമായിട്ട് നമുക്കിതിനകത്ത് ഫോക്കസിലേക്ക് വരുന്നുണ്ട്. അത് മിക്ക ഫോണുകളിലും അങ്ങനെ കാണാറില്ല. വളരെ സൂം ചെയ്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ അത് വീഡിയോയിലേക്ക് കൃത്യമായിട്ട് കിട്ടാറില്ല. പക്ഷേ ഇതിനകത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ പോലും നമുക്ക് ഫ്രെയിമിലേക്ക് സൂം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ തന്നെ ഫ്രണ്ടിലേക്ക് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടാണ് സെൽഫി രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ചിത്രങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലായ ജയരാജ് ജി നാഥിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോട്ട് ഓൺ Asus 6C എന്ന ടാഗ് ലൈനിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ സന്ദർശിച്ച് അത് ഫോളോ ചെയ്തുകൊണ്ട് ഈ ഫോണിലെടുത്ത ചിത്രങ്ങൾ നിങ്ങളുടെ ഫോണിൽ തന്നെ കണ്ടുകൊണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം പറയട്ടെ, ഈ അടുത്തിടെ ഞാൻ റിവ്യൂ ചെയ്ത മിക്ക ഫോണുകളിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാക്ക് ക്യാമറ തന്നെ ഫ്രണ്ട് ക്യാമറയായി തിരിഞ്ഞു കറങ്ങി വരുന്നതിനാൽ നമുക്ക് സെൽഫി ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ആ ബാക്ക് ക്യാമറയുടെ അതേ ക്വാളിറ്റിയിൽ തന്നെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ഫോണുകൾക്ക് നമുക്കറിയാം ബാക്ക് ക്യാമറയിലാണ് സാധാരണ ഫോണുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന് മികച്ച മെഗാ പിക്സലൊക്കെ നൽകിയുള്ള ക്യാമറയായിരിക്കും നൽകുന്നത്. എന്നാൽ ഫ്രണ്ട് ക്യാമറ അത്ര ക്വാളിറ്റിയുള്ള ക്യാമറകൾ സാധാരണ ഫോണിൽ കാണാറില്ല. എന്നാൽ ഇവിടുത്തെ ബാക്ക് ക്യാമറയായ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അതേ ക്യാമറ ഫ്ലിപ്പ് ചെയ്ത് വന്ന് സെൽഫി ചിത്രങ്ങൾ എടുക്കുന്നതുകൊണ്ട് തന്നെ മികച്ച സെൽഫി ചിത്രങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും. മാത്രമല്ല, നമുക്ക് വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ഫോൺ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ക്യാമറ മുടിയിൽ നമ്മുടെ മുഖത്തേക്ക് തിരിഞ്ഞു വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് മികച്ച ക്വാളിറ്റിയുള്ള സെൽഫി വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോൺ വ്ളോഗേഴ്സിനൊക്കെ നല്ല പറ്റിയ ഒരു ഫോൺ, വളരെ എന്തുകൊണ്ടും തികഞ്ഞ ഒരു ഫോൺ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ് ഒന്ന് പരിശോധിക്കാം. ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്ന പ്രോസസ്സർ ക്വാൽകോം സ്നാപ്ഡ്രാഗൻ്റെ 855 ഒക്ടാ കോർ പ്രോസസ്സറാണ്. അടുത്തിടെ വന്ന മിക്ക ഫോണുകളിലും ഉപയോഗിച്ചിരിക്കുന്ന മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണിത്. പ്രധാനമായിട്ടും 2 റാം വേരിയൻറ്റുകളിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. 6GB റാമും 8GB റാമും. ഇൻറ്റേർണൽ മെമ്മറി 3 വേരിയൻറ്റുകൾ ലഭ്യമാണ്. 64GB, 128GB, 256GB. ഈ ഒരു ഫോണിൽ മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട്. കാരണം മികച്ച പ്രോസസ്സർ തന്നെയാണല്ലോ ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹൈ എൻഡ് ഗെയിമുകളൊക്കെ യാതൊരു ലാഗുമില്ലാതെ മികച്ച രീതിയിൽ ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചുകൊണ്ട് കളിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 9 Pie ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പുറത്ത് അസ്യൂസിൻ്റെ തന്നെ യൂസർ ഇൻ്റർഫേസായ Zen UI 6ഉം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കാം. 5000 mAh ഹ്യൂജ് ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് യാതൊരു സംശയവുമില്ലാതെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ 18 വാട്ടിൻ്റെ ക്വിക്ക് ചാർജിങ് സംവിധാനം നൽകിയിട്ടുണ്ട്. USB Type-C പോർട്ടാണ് ചാർജിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഫോണിൻ്റെ മറ്റ് ചില ഫീച്ചറുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഈ ഫോണിന് സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്മാർട്ട് കീ എന്ന പേരിൽ ഒരു പ്രത്യേകമായ അഡീഷണൽ ആയിട്ടൊരു കീ നൽകിയിട്ടുണ്ട്. ആ കീയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫംഗ്ഷനുകൾ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ക്യാമറ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആവണം. ഇങ്ങനെ 3 തരം ക്ലിക്കുകൾ, സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ലോങ് ക്ലിക്ക്, അങ്ങനെ 3 ക്ലിക്കുകളിലേക്ക് 3 ഫംഗ്ഷനുകൾ ഈ ഒരു സ്മാർട്ട് കീയിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഫോണിൻ്റെ ഫേസ് അൺലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ടെങ്കിലും നമുക്ക് അറിയാം ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ബാക്ക് സൈഡിൽ നിന്നും ഫ്ലിപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഫേസ് അൺലോക്ക് ചെയ്യൂ. അതുകൊണ്ട് തന്നെയും ഫേസ് അൺലോക്ക് ചെയ്യുന്നതിനായി ഒരല്പം കാലതാമസം എടുക്കുമെന്ന് പറഞ്ഞുകൊള്ളട്ടെ.
ഫോണിലെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഇൻ ഡിസ്പ്ലേയിലല്ല, മറിച്ച് ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. നെറ്റ്വർക്ക് റിസപ്ഷനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇയർ പീസിൽ നിന്നും കേൾക്കുന്ന സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ്. സ്റ്റീരിയോ സ്പീക്കറുകൾ മികച്ച സൗണ്ട് ഔട്ട്പുട്ട് നൽകുന്നു. അതുപോലെ 7.1 ചാനൽ സറൗണ്ട് സൗണ്ട് ഫീച്ചർ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുമുണ്ട്. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഫോണിൻ്റെ വോളിയം റോക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്ലിപ്പ് ക്യാമറയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും 2 കളറുകളിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന കളറിലും ട്വലൈറ്റ് സിൽവർ എന്ന കളറിലും. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന ഈ ഒരു ഫോൺ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന വേരിയൻറ്റിൽ പെടുന്നതാണ്. NFC സപ്പോർട്ടുണ്ട്. അതുപോലെ FM റേഡിയോ ഈ ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. USB OTG സപ്പോർട്ടുമുണ്ട്. നമ്മൾ മലയാളികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സാർ വാല്യൂ അറിഞ്ഞിട്ടേ ഉപയോഗിക്കാറുള്ളൂ. അത്തരക്കാർക്കായി ഇതാ സാർ വാല്യൂ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നു. 1.57 ആണ് ഈ ഫോണിൻ്റെ ഹെഡിന് വേണ്ടിയിട്ടുള്ള സാർ വാല്യൂ. ബോഡിക്കായി 0.98. അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് ഫോണിനോടൊപ്പം മറ്റ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പരിശോധിക്കാം. അസ്യൂസിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഇയർഫോൺ ഈ ഫോണിനോടൊപ്പം നൽകുന്നുണ്ട്. അതുപോലെ ടൈപ്പ് C USB കേബിളാണ് നൽകിയിരിക്കുന്നത്. സിം ഇജക്ടർ പിൻ നൽകിയിട്ടുണ്ട്. USB പവർ അഡാപ്റ്റർ 18 വാട്ടിൻ്റെ പവർ അഡാപ്റ്റർ നൽകിയിരിക്കുന്നു. അതുപോലെ യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ്, പിന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് കേസ് തുടങ്ങിയ കാര്യങ്ങൾ ഫോണിനോടൊപ്പം നമുക്ക് ബോക്സിൽ ലഭിക്കുന്നതാണ്. ഇനി ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ടുന്ന ചില സവിശേഷതകൾ എന്തൊക്കെയൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഈ ഫോണിൻ്റെ ക്യാമറ തന്നെയാണ് എടുത്തു പറയേണ്ടുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു, ഇത്തരത്തിൽ ഫ്ലിപ്പ് ചെയ്ത് വരുന്ന ലോകത്തെ ആദ്യത്തെ ക്യാമറ ഉള്ള ഒരു ഫോണായിരുന്നു അസ്യൂസിൻ്റെ 6C ഫോൺ. ബാക്ക് ക്യാമറ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സെൽഫി ചിത്രങ്ങളും സെൽഫി വീഡിയോകളും എടുക്കാം എന്നുള്ളതാണ് ഈ ഫോണിനെ മറ്റു ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മികച്ച പിക്സൽ ക്വാളിറ്റിയുള്ള ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സെൽഫി ചിത്രങ്ങൾ എടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വ്ളോഗേഴ്സിന് സ്വന്തമായിട്ട് സെൽഫി വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന, ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വ്ളോഗേഴ്സിന് കൃത്യമായും പരിഗണിക്കാവുന്ന മോഡൽ തന്നെയാണ് അസ്യൂസ് 6C. അതുപോലെ ഈ ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ് പ്യുവർ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ പോലും ഏതാണ്ട് പ്യുവർ ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള, പ്യുവർ ആൻഡ്രോയിഡ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യൂസർ ഇൻ്റർഫേസാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ മികച്ച ബിൽഡ് ക്വാളിറ്റി ഈ ഫോണിന് ഉണ്ട്. ഈ ഫോണിൻ്റെ മെമ്മറി എടുത്തു പറയേണ്ടതാണ്. 2 TB വരെ നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട് അത്രയും മെമ്മറി നമുക്ക് വർദ്ധിപ്പിക്കാനാകുന്നു. അതുപോലെ മികച്ച ബാറ്ററി ബാക്കപ്പ്, 5000 mAh ബാറ്ററിയാണ്. 2 ദിവസം ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുക പോലും വേണ്ട. 3.5 mm ഓഡിയോ ജാക്ക് ഫോണിൽ നൽകിയിട്ടുണ്ട്. അതും വലിയൊരു കാര്യമാണ്. ഇന്ന് വരുന്ന മിക്ക ഫോണുകളിലും ഓഡിയോ ജാക്ക് നൽകാറില്ല. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനെയൊക്കെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഇവിടെ നമുക്ക് സാധാരണ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വളരെ ഫാസ്റ്റാണ്. മികച്ച രീതിയിൽ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നുമുണ്ട്. ഇനി ഈ ഒരു ഫോണിൽ എനിക്ക് തോന്നിയ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില പോരായ്മകൾ ഞാനൊന്ന് പറയാം. അതായത് ഫോണിന് AMOLED ഡിസ്പ്ലേ നൽകിയിട്ടില്ല. ഇതൊരു LCD പാനലാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇതൊരുവിധം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോണാണ്. അധികം വിലയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ മികച്ചതായിരുന്നതിനെന്ന് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ LCD പാനൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇത്തരത്തിലൊരു മോട്ടറൈസ്ഡ് ഫ്ലിപ്പ് ക്യാമറയൊക്കെ ഒരുപാട് വില വരുന്നതാണ്. ലിക്വിഡ് മെറ്റലൊക്കെ ഉപയോഗിച്ചാണ് ആ ഒരു പോർഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും വീണ്ടും AMOLED ഡിസ്പ്ലേ ഒക്കെ ആകുമ്പോൾ ഫോണിൻ്റെ വില വീണ്ടും കൂടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് IPS LCD സ്ക്രീൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ മാത്രമേ ഉള്ളൂ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ലെവലിലേക്ക് എത്തുമായിരുന്നു എന്ന് പറഞ്ഞു കൊള്ളട്ടെ. വയർലെസ് ചാർജിങ് സംവിധാനം ഫോണിൽ നൽകിയിട്ടില്ല. ഒരുവിധം മികച്ച പ്രൈസിംഗ് ഉള്ളൊരു ഫോണാണ്. പക്ഷേ വയർലെസ് ചാർജിങ് സംവിധാനം കൂടി നൽകാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് നോക്കാനുള്ളത്. പ്രധാനമായിട്ടും 3 വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. 6GB റാം, 64GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻറ്റ്. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. ഇതിൻ്റെ വില 31,999 രൂപയാണ്. മിഡിൽ വേരിയൻറ്റ് 6GB റാം, 128GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 34,999 രൂപ. ഹയർ വേരിയൻറ്റ് 8GB റാം, 256GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻറ്റ്. ഇതിൻ്റെ വില 39,999 രൂപയാണ്.
അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയും ഈ ഒരു ഫോണും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാം. ഈ വീഡിയോയെക്കുറിച്ചും ഈ ഫോണിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ മനോഹരമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ യൂട്യൂബിൽ ജയരാജ് ജി നാഥ് എന്ന ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. ഫേസ്ബുക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ എന്ന പേജ് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലുമുണ്ട് ജയരാജ് ജി നാഥ്, ടിക്ടോക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ, അവയും ഫോളോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്.